നോക്കു വല്യമ്മേ, ശ്രീദേവിയുടെ മനസ്സ് നേരെയാവാൻ ഇനിയും കുറച്ച് സമയമെടുക്കും. വല്യമ്മ ഇങ്ങനെ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോ പ്രശ്നം കൂടുകയല്ലാതെ അത് കുറയില്ല. വല്യമ്മ ചെല്ല്. ഞാൻ ദേവനെ വെറുതെ വിട്ടു എന്ന് വിചാരിച്ചായിരിക്കും അമ്മായി ശ്രീദേവിയെ വിളിച്ചോണ്ട് പോകാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അവനെ വെറുതെ വിടൂന്ന് ആരും കരുതണ്ട. ചേട്ടാ, ചേട്ടന്റെ മകൻ ദേഷ്യം കൊണ്ട് എന്റെ മകനെ കൊന്നിട്ട് ജയിലിലേക്ക് പോയാ ഈ 4 പെൺകുട്ടികളെയും ചേട്ടൻ സംരക്ഷിക്കുവോ? അപ്പൊ ഞാൻ മാത്രമായിരിക്കില്ല കുടിക്കുന്നത്, എന്റെ കൂടെ ഈ 4 പെൺമക്കളും കുടിക്കും. അത് ഞാൻ ദിവസവും കുടിക്കുന്ന മദ്യമല്ല, വയലിൽ പ്രാണികൾ ചാവാനടിക്കുന്ന മരുന്നില്ലേ, അത് കുടിച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് മരിക്കും. അല്ലാതെ എന്റെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. എന്താ ചേട്ടാ ചേട്ടനും ഇങ്ങനെ പറയുന്നത്? അങ്ങനെ സംസാരിക്കൂ. എന്താണെന്ന് വെച്ചാല് എന്റെ മകളെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചാൽ അവളെ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി തരാനുണ്ടോ? നിങ്ങളുടെ മകൻ വീണ്ടും ശ്രീദേവി അവന്റെ വീട്ടിലേക്ക് വന്നത് ഒരു അവസരമായി കണ്ട് ലക്ഷ്മിയുടെ കഴുത്തിൽ അവൻ താലി കെട്ടില്ല എന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? അച്ഛാ, അവന് രണ്ടാമതൊരു പാപം ചെയ്യാനും കൂടെ ഒരവസരം ഞാൻ ഉണ്ടാക്കില്ല. ചേട്ടാ, ഇപ്പൊ തന്നെ വല്യമ്മയ്ക്ക് എല്ലാം മനസ്സിലായി കാണും. അറിഞ്ഞോ അറിയാതെയോ വല്യമ്മ ചോദിക്കാൻ വന്നതായിരിക്കും. ഇപ്പൊ എല്ലാവരുടെയും തീരുമാനം എന്താണെന്ന് വല്യമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ തന്നെ അവര് വീട്ടിലേക്ക് പോവും. ദേവി ഇത് ഇവിടുന്ന് പൊയ്ക്കോ അമ്മായി. അമ്മായി കാണുമ്പോഴൊക്കെ അമ്മായിയുടെ മോനെയാ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. എല്ലാരും എന്താടി എല്ലാരും ഇങ്ങനെ സംസാരിക്കുന്നേ? നിങ്ങളെ കുട്ടിക്കാലം മുതലേ ഒരമ്മയെ പോലെയല്ലേ ഞാൻ നോക്കിയത്. ഈ അമ്മായി പറയുന്നത് നിങ്ങൾ കേൾക്കില്ലേ? ആ, കഴുത്തിൽ ഇങ്ങനെ താലി അണിഞ്ഞുകൊണ്ട് എത്ര നാളെന്ന് വെച്ചാ ജീവിക്കുക? ബന്ധുവീട്ടിലേക്ക് വന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനെ നിന്റെ സാരിത്തുമ്പിൽ കെട്ടി നീ നേർവഴിക്ക് കൊണ്ടുവാ. അപ്പൊ അവന് മാറിക്കോളും. അമ്മായി നീ എത്ര നല്ല വാക്ക് പറഞ്ഞാലും ശ്രീദേവിയുടെ മനസ്സ് മാറില്ല. അതിന് കാരണം അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താവും സ്ഥിതിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക. ഞാനും അത് തന്നെയാ പറയുന്നേ. നിങ്ങൾ ആര് പറയുന്നതും ഇവള് കേൾക്കാൻ പാടില്ല. സ്വന്തമായി തന്നെ അവള് തീരുമാനം എടുക്കണം. ശ്രീദേവി, പറയുമോളെ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. നീ എന്റെ കൂടെ വരില്ലേ മോളെ? പറയേ ചേച്ചി, ചേച്ചിയുടെ മറുപടി കേൾക്കാനായിട്ട് നമ്മുടെ അമ്മായി ആഗ്രഹിച്ചു വന്നതല്ലേ ഇങ്ങോട്ട്. ഞങ്ങളൊരു തീരുമാനം എടുക്കില്ല അമ്മായി. എന്തായിരുന്നാലും ശരി, അത് ഏട്ടൻ തീരുമാനിക്കും. നീ ഒന്നുമില്ലെങ്കിൽ ഒന്നും മോളെയെങ്കിലും ചെയ്യേ. അമ്മായി, വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ട, അവള് വരില്ല. ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് പോയാലും നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ദേവേട്ടനെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊന്നിരിക്കും. മോളെ ഗീതേ, അല്ലെങ്കിൽ തന്നെ നിനക്ക് ശ്വാസം മുട്ടില്ല. എന്റെ മകന് മാത്രമല്ല, എന്റെ മകൾക്കും അവനോട് ദേഷ്യമുണ്ട്. നീ ഇവിടുന്ന് പൊയ്ക്കോ. വല്യമ്മേ, നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയ നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ശ്രീദേവിയുടെ കഴുത്തിൽ താലി കെട്ടിയ നിങ്ങളുടെ മകൻ എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയാവുന്നതല്ലേ? അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക്
ഒരു പെൺകുട്ടിയെ അയക്കാൻ പാടില്ല എന്ന് ഇവർക്കെന്താ അറിയില്ലേ? വെറുതെ മനസ്സ് വിഷമിപ്പിച്ച് കരഞ്ഞോണ്ട് പോവല്ലേ വല്യമ്മേ? നിലാവേ മായുമോ ഒരു നിലാവേ മായുമോ നോവുമാ നിന്റെ വാക്കിൽ വിശ്വസിച്ച് എത്ര പാവപ്പെട്ട പെൺകുട്ടികൾ ബലിയാടായെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കൊന്നും എനിക്കറിയില്ല. പുറലോകം അറിയുന്നത് നമിതയെ മാത്രമാണ്. അവളും ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. എൻ്റെ സഹോദരിയുടെ കഴുത്തിൽ നീ കെട്ടിയ താലിയുണ്ടല്ലോ, അത് വെറും കൊലക്കയറായിട്ട് മാത്രമാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്നെ കൊന്നാൽ മാത്രമേ എനിക്ക് ആ താലി വലിച്ചെറിയാൻ സാധിക്കൂ. ഇവനെ ഉറക്കത്തിൽ കൊല്ലുന്നത് ശരിയല്ല. വിളിച്ചുണർത്തി ഇവൻ ചെയ്ത ഓരോരോ തെറ്റുകൾ എണ്ണി പറഞ്ഞു വേണം കൊല്ലാൻ. ഗൗതം, നീ എന്താ ഇവിടെ? കയ്യിലെന്താ വാളൊക്കെ ആയിട്ട്? ഇന്ന് നിന്റെ അവസാന ദിവസമാണ്. അതിന്റെ കാരണവും നിനക്ക് തന്നെ അറിയാലോ. വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത്. വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത്. വേണ്ട വേണ്ട. അടുത്തേക്ക് വരരുത്. വന്നാലുണ്ടല്ലോ നിങ്ങളെ എനിക്ക് കൊല്ലേണ്ടി വരും. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ മാത്രമല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും ഇവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. മോനെ ദേവ, ദേവ ദേവ, ഗൗതം, എന്റെ മോനെ ഒന്നും ചെയ്യരുതേ ഗൗതം. ഗൗതം, ഒന്നും ചെയ്യരുതേ മോനെ. ദേവാ 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 ദേവാ, മോനെ എഴുന്നേക്ക്. മോനെ ദേവാ എഴുന്നേക്ക്. നീ എന്താ ചെയ്തത് ഗൗതം? പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവന്റെ ജീവൻ എടുത്തത്.
നിയമം കുറച്ചു നാൾ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം ഞാൻ എന്റെ കൈ കൊണ്ട് ഇപ്പോഴേ അങ്ങ് ചെയ്തു. ഇതുപോലെ നെറികെട്ടവന്മാർ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാ ഞാൻ ഈ ദുഷ്ടനെ കൊന്നത്. ഇവനാ എന്റെ മോനെ കൊന്നത്. എന്റെ മോനെ കൊന്നത് ഇവനാണ്. ഇവൻ എന്റെ മകനെ കൊന്നുകളയുന്ന ഞാൻ നിങ്ങളെ അറിയിച്ചിട്ട് നിങ്ങൾ വന്നില്ല. എന്തിനാടാ നീ ഇങ്ങനെയൊന്ന് ചെയ്തത്? നിന്റെ ദേഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം കുറയുമെന്നാ ഞാൻ വിചാരിച്ചേ. നിന്റെ അനുജത്തിമാരെ പോലും നീ ആലോചിച്ചില്ലല്ലോടാ. ഇനി അവരുടെ ജീവിതം എന്തായി തീരും? നീ ജയിലിൽ നിന്നും പുറത്തു വരാതായാൽ ആ 4 പെൺകുട്ടികളുടെ ജീവിതം നശിക്കുമല്ലോടാ. ജീവിതം തന്നെ നശിക്കുമടാ. എന്തിനാടാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? എന്തിനാടാ നീ ഇവനെ ഇത്ര ക്രൂരമായി കൊന്നുകളഞ്ഞ്? അവസാനിച്ചു. നിന്റെ 4 അനിയത്തിമാരുടെ ജീവിതവും അവസാനിച്ചു. നിനക്കിനി അവരെ കാണാൻ കഴിയില്ല. അവർക്ക് നിന്നെയും കാണാൻ കഴിയില്ല. മോനെ ദേവാ, വേണ്ട, എന്റെ ചേട്ടനെ അറസ്റ്റ് ചെയ്യല്ലേ. എന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ചേട്ടനെ വിട്. ചേട്ടൻ നിരപരാധിയാ. ദുർഗെ, എന്റെ ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടനെ വിട്. ദുർഗെ, എന്തു പറ്റി? വേണ്ട ചേട്ടാ. ദുർഗെ, എന്തെന്നാ പിച്ചുമ്മയും പറയുന്നത്? ദുർഗെ, ഏയ് ദുർഗ, ദുർഗ, എന്തു പറ്റി? എന്തു പറ്റി ദുർഗെ? എന്തു പറ്റിയെന്ന് പറ മോളെ. ചേച്ചി, ദേവേട്ടന് നമ്മുടെ ഏട്ടൻ പോലീസ്. എന്താടി? ഞാനൊരു സ്വപ്നം കണ്ടതാ ചേച്ചി. സ്വപ്നത്തില് ദേവേട്ടനെ നമ്മുടെ ഏട്ടൻ കൊന്നതായിട്ടും ഏട്ടനെ ജയിലിലോട്ട് കൊണ്ടുവന്നായിട്ടും ഞാൻ സ്വപ്നം കണ്ടു ചേച്ചി. ദുർഗ, അത് വെറും ഒരു സ്വപ്നമല്ലേ? ഇത് നടക്കാൻ പാടില്ല ചേച്ചി. ഏട്ടന് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. ഏട്ടൻ നമ്മളെ വിട്ടു പോരുത്. നമുക്ക് അമ്മയില്ലെങ്കിലും ഏട്ടനല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഏട്ടനില്ലെങ്കിൽ നമ്മുടെ ജീവനോടെ ഇരിക്കരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ദുർഗ. നേരം വെളുത്തിട്ട് ഏട്ടനോട് പറയാം, അതുപോരെ? നീ ഇപ്പൊ ഉറങ്ങ്. ഏട്ടനൊന്നും സംഭവിക്കില്ല. കിടക്ക് ദുർഗ, കിടക്ക്. ശ്രീദേവി, ഗൗരി, നിങ്ങളും കിടക്ക്. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം ചേച്ചി. ഈ താലി കാരണമല്ലേ? ഈ താലി കാരണമല്ലേ എല്ലാ പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നത്? ഇതഴിച്ചു മാറ്റിയ ഗീത അമ്മായി മരിച്ചു കളയുമെന്ന് പറയുന്നു. ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ ഏട്ടൻ ദേവേട്ടനെ കൊന്നു കളയും. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ നോക്കിയ അമ്മായിയും ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഏട്ടനും ഞങ്ങളെ വിട്ട് പിരിയാതിരിക്കണമെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിച്ചേ മതിയോ? ഞാൻ ഇവിടുന്ന് പോണം. ഞാൻ മരിച്ചു പോയാ പിന്നെ ഏട്ടന്റെ ദേഷ്യം എല്ലാം കുറയും. ലക്ഷ്മി ചേച്ചി, ഗൗരി ചേച്ചി, അനിയത്തി ദുർഗ, ഇവർക്കെല്ലാവർക്കും ഏട്ടൻ കൂടെ ഉണ്ടാവണമെങ്കിൽ
അതിന് ഞാൻ മരിക്കുക തന്നെ വേണം. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഗൗരി എണീക്ക്. ദുർഗ എഴുന്നേക്ക്. നേരം വെളുത്തു, എഴുന്നേക്ക്. ശ്രീദേവിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കരച്ചിലും ഒക്കെ കാരണം ശരിക്കും ഉറങ്ങാനേ കഴിയുന്നില്ല ചേച്ചി. ദുർഗ, സ്കൂളിൽ പോകുന്നില്ലേ? സമയമായി. ഇന്ന് സ്കൂളില്ല ചേച്ചി. എന്താ സ്കൂളില്ലെന്നോ? അതെന്താ? ആരോ ജനിച്ചെന്നോ മരിച്ചെന്നോ ഒക്കെ പറഞ്ഞ്. നീ പഠിക്കുന്ന കുട്ടി തന്നെയല്ലേ? സ്കൂളിൽ ഇതൊക്കെയാണോ നിനക്ക് പറഞ്ഞു തരുന്നേ? ശ്രീദേവി എവിടെ? എഴുന്നേക്കടി, ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കണം. അതൊക്കെ ഞാൻ എടുത്തോളാം ചേച്ചി. ചേച്ചി പോയി തൂത്തുവാര്. ചെറിയ ചെറിയ ജോലിയൊക്കെ പറയാതെ തന്നെ ചെയ്തോളും. പക്ഷെ ചെയ്യാനായിട്ടൊരു ജോലി പറഞ്ഞാ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാത്രം ഇവിടെ ഒരുത്തി സ്കൂളിലേക്ക് ഓടും. എഴുന്നേക്കടി. ഗൗരി, ശ്രീദേവിയെ കാണുന്നില്ല. എന്താ ചേച്ചി പറയുന്നേ? അതെ ഗൗരി, ഞാൻ അകത്തും പുറത്തും ഒക്കെ നോക്കി, ഇവിടെ എങ്ങും അവളെ കാണാനില്ല. എന്താ ലക്ഷ്മി? ശ്രീദേവി വീട്ടിലില്ലെന്ന് ഏട്ടാ. ഇനിയൊരു പക്ഷെ ഞാൻ പോയാലും നിങ്ങൾക്ക് മുൻപേ ദേവേട്ടനെ എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ കൊല്ലു ഏട്ടാ. ശ്രീദേവി മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ആളല്ലാതെ അവൾ ഭയപ്പെടുന്ന ഒരാളല്ല. ഞാൻ എഴുന്നേറ്റ് കുളിക്കാൻ പോയപ്പോ ശ്രീദേവിയെ അവിടെയൊന്നും കണ്ടില്ല. ഏട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. നീ എന്തിനാ മോളെ പേടിക്കുന്നത്? അത് മാത്രമല്ല ഏട്ടാ, ചേച്ചി ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല. അതെന്താ? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ? നിന്റെ ചേട്ടൻ ചെയ്ത കാര്യങ്ങളൊന്നും അറിയില്ലേ? ഞാൻ ആ കാര്യമാണ് ചോദിച്ചേ. ശ്രീദേവിക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടായോ എന്ന് ചോദിക്കാനും പാടില്ലേ? കഴുത്തിൽ അവൻ കെട്ടിയ താലി കിടക്കുമല്ലേ, അതിനപ്പുറത്തേക്ക് നീ ഒന്നും വരാനില്ല. ഏട്ടാ, നമ്മളിപ്പോ ഇതിനെ പറ്റിയല്ല സംസാരിക്കേണ്ടേ. ശ്രീദേവി എവിടെയാണെന്ന് അന്വേഷിക്കണം. എങ്ങോട്ടാ പോയത്, എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ശ്രീദേവി ഒരു പൊട്ടി പെണ്ണൊന്നും അല്ല മോളെ. അവൾ അബദ്ധമൊന്നും കാണിക്കില്ല. ധൈര്യമുള്ള പെണ്ണ അവള്. എന്താണെങ്കിലും ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. ധൈര്യശാലിന്ന് കരുതി അവളെ അങ്ങ് വെറുതെ വിടുകയാണ് ചെയ്യുന്നേ. നേരം വെളുത്തപ്പം മുതല് അവളെ കാണാനില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നേ. അവളെ കാണാനില്ലെങ്കിൽ അന്നേരം പറയണമായിരുന്നു, അല്ലാതെ ഇപ്പോഴല്ല വന്ന് പറയേണ്ടത്. ഏട്ടാ, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് നിർത്ത്. ആദ്യം ശ്രീദേവിയെ കണ്ടുപിടിക്കേ. ഹലോ അമ്മായി, ഞാൻ ലക്ഷ്മിയെ സംസാരിക്കുന്നത്. പറയ് ലക്ഷ്മി, എന്താ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നേ? അമ്മായി, ശ്രീദേവി എങ്ങനെ വീട്ടിലേക്ക് വന്നായിരുന്നോ? അവള് വന്ന ആരതി എടുത്ത് ഞാൻ വീട്ടിലേക്ക് കയറ്റാതിരിക്കുവോ മോളെ? അവള് നിങ്ങളോട് പറയാതെ വരുവോ, അല്ലെങ്കിൽ ഞാനങ്ങനെ കൊണ്ടുവരുവോ? അതല്ല അമ്മായി, ശ്രീദേവി എവിടെയെങ്കിലും കാണാനില്ല. അവൾ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുത്തോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യോ ദൈവമേ, ഇത്ര നേരം എന്റെ വലത് കണ്ണ് തുടിച്ചുകൊണ്ടിരുന്നു. എന്തോ മോശം വാർത്ത കേൾക്കാൻ പോകുന്നെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. അതിതായിരുന്നു. അങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കും. അറിയാവുന്നവരോട് കൂടെ പറയും. ആ ശരി മോളെ, ശരി. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഞാൻ വീരരാജനോട് പറയാം, അവൻ പോയി നോക്കും. ശരി അമ്മായി, ശരി. വീരരാജു, വീരരാജു.
ചേട്ടാ എന്താ അനിയാ? മുകുന്ദനമ്മാവന്റെ മോള് ശ്രീദേവി ഈ വഴി പോകുന്നുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ.